രക്തസാക്ഷികളുടെ തെയ്യ സ്വരൂപങ്ങളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. തെയ്യം എന്ന വാക്കിന് ദൈവം എന്ന് തന്നെയാണ് അർത്ഥം. നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലൊക്കെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ചില വേഷം കെട്ടലുകൾ കാണാം, തെയ്യം എന്ന് പറഞ്ഞുകൊണ്ട്. അതൊന്നുമല്ല തെയ്യം. വടക്കൻ മലബാറിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ആ തെയ്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തെയ്യത്തിൻ്റെ വേഷം കെട്ടി ഘോഷയാത്ര പോലെ ചില ഉത്സവ പരിപാടികളൊക്കെ നടത്തുന്നത് വെറും ഒരു ഉത്സവ പരിപാടി എന്നേ പറയാൻ നോക്കൂ. അതിന് തെയ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുകൂടി ആദ്യമേ പറഞ്ഞു വെക്കാണ്. തെക്കൻ പാട്ടുകളിലെ കള്ളിയങ്കാട്ട് നീലി മുതൽ മലബാറിലെ തെയ്യങ്ങൾ വരെ രക്തസാക്ഷികളുടെ സാക്ഷാത്കാരമാണ് കാണുന്നത്. മിക്ക തെയ്യങ്ങളും എന്നല്ല, എല്ലാ തെയ്യങ്ങളും രക്തസാക്ഷികളുടെ പുനർ അവതാരങ്ങളാണ്. ഒരാൾ കൊല്ലപ്പെടുന്നു, അയാൾ തിരിച്ചു വരും എന്ന് കൊന്നവനും കൊന്നവന്റെ ബന്ധുക്കളും ഭയക്കുന്നു. കൊല്ലപ്പെട്ടവൻ പകരം ചോദിക്കാൻ തിരിച്ചു വരുമെന്ന് ഭയക്കുന്നു. കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കളും ആഗ്രഹിക്കുന്നത് അയാൾ തിരിച്ചു വരണം എന്നാണ്. ഈ രണ്ടു കൂട്ടരും കൂടി ചേർന്നാണ് തെയ്യങ്ങൾക്ക് ദൈവീകമായ ശക്തി കൽപ്പിക്കുകയും അത് കെട്ടിയാടപ്പെടുകയും ചെയ്യുന്നത്. നിരവധി തെയ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില തെയ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. കണ്ടം ഭദ്ര തെയ്യം എന്നൊരു തെയ്യമുണ്ട്. ഒരു ബ്രാഹ്മൺ പെൺകുട്ടി ആറ്റിൽ കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു മന്ത്രയോല ഒഴുകി വന്നു. അവൾ ആ മന്ത്രയോല കയ്യിലെടുത്ത സമയത്ത് ഋതുമതിയായി. അയ്യോ, മന്ത്രയോല കയ്യിൽ പിടിച്ചുകൊണ്ട് ഋതുമതിയാവുകയോ? ആ കുട്ടി സ്വയം ഋതുമതിയായതല്ലല്ലോ, അതൊരു പ്രകൃതി നിയമമല്ലേ. പക്ഷേ ആചാരത്തിൻ്റെ സംരക്ഷകർ അവളെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളി ഭ്രഷ്ടയാക്കി. എന്താണ് ചെയ്യാനുള്ളത്? ഒരു 12-11 വയസ്സായ പെൺകുട്ടിയെ, ബ്രാഹ്മൺ കുട്ടിയെ പടിയടച്ച് പിണ്ടം വെച്ച് കുലടയായി മുദ്രകുത്തി പുറത്തേക്ക്. അവൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ആത്മഹത്യ ചെയ്യുകയല്ലാതെ. അവൾ ആത്മഹത്യ ചെയ്തു. പിന്നീട് ആ നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകൾ, പാവങ്ങൾ, അവളെ തോറ്റിച്ച് കണ്ടം ഭദ്ര തെയ്യമൊക്കെയും എല്ലാ തുലാപ്പത്തിനു ശേഷം എല്ലാ വർഷവും ആ തെയ്യം കെട്ടിയാടപ്പെടുകയും ചെയ്യുന്നു. മറ്റൊരാൾ ഐപ്പിള്ളി തെയ്യമാണ്. ആ തെയ്യം പിത്താരി എന്ന പുലയ ചെറുപ്പക്കാരനാണ്. അവൻ മഴയത്ത് മടയടയ്ക്കാൻ പോവുകയായിരുന്നു. എതിരെ വന്ന ഒരു സവർണനെ, ബ്രാഹ്മണനെ ഇവൻ കണ്ടില്ല. അവൻ്റെ വയലിനടുത്തെത്തിയപ്പോൾ വരമ്പത്തിരുന്ന ഒരാൺഞണ്ടിനെയും പെൺഞണ്ടിനെയും കണ്ടു. അവൻ ഞണ്ടുകളുമായി സംസാരിച്ചു. ഞണ്ട് അവനോട് സംസാരിച്ചു. അതിനിടയിൽ ജന്മിത്തമ്പ്രാനും ഈ ബ്രാഹ്മണ തമ്പ്രാൻ വന്നത് കണ്ടില്ല. അവൻ ഒടുവിൽ ബ്രാഹ്മണന്റെ അംഗരക്ഷകരായി വന്ന നായർമാർ ഇവന്റെ തിരുനെറ്റിയിൽ വെടിവെച്ച് അവനെ കൊന്നു. കവ്വായി കായലോരത്ത് ഈ പിത്താരിയെ ഐപ്പിള്ളി തെയ്യമായി ഇന്നും കെട്ടിയാടിക്കുന്നു. മഹാകൊടിച്ചി തെയ്യം ഒന്നുണ്ട്. കൊടിച്ചി എന്ന വാക്കിന് സ്വഭാവ ദൂഷ്യമുള്ളവൾ എന്നോ മറ്റൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ അർത്ഥമുണ്ട്. പക്ഷെ മലബാറിൽ അർത്ഥം അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. മഹാകൊടിച്ചി തെയ്യമെന്നാണ്. ഒരു നായർ യുവതി മാവിലാൻ സമുദായക്കാരനായ ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചു. മാവിലാൻ സമുദായം താണ സമുദായമാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഈ നായർ യുവതിയെ അവളുടെ ബന്ധുക്കൾ തന്നെ കൊന്നുകളഞ്ഞു. പിന്നീട്
നാട്ടിൽ ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയുകയും അവർ അവളെ മഹാകൊടിച്ച് തെയ്യമാക്കി കെട്ടിയടിക്കുകയും ചെയ്യുന്നു. ഓരോ തെയ്യത്തിനും തോറ്റം പാട്ടുകളുണ്ട്. വലിയൊരു സാഹിത്യശാഖയാണ് ഈ തോറ്റം പാട്ടുകൾ. ഇവിടെയും സങ്കടത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് അണപൊട്ടി ഒഴുകുന്ന സങ്കട പാട്ടുകൾ ഈ തോറ്റം പാട്ടിലുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പാടുന്ന തോറ്റം പാട്ടിൽ അതൊക്കെ ഉണ്ടെങ്കിലും ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. എന്തോ ചില ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നേ വിചാരിക്കുന്നുള്ളൂ. ഈ തോറ്റം പാട്ടുകൾ പാടി പാടി തോറ്റിച്ച് ഈ മഹാകൊടിച്ചിയെ തെയ്യമാക്കി മാറ്റുന്നു. തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെ മുമ്പിലും അവൾ ദൈവമാണ്. നമ്പോലൻ തെയ്യം എന്നൊരു തെയ്യമുണ്ട്. ഏഴത്തെ ചേണിച്ചേരി വലിയ നമ്പ്യാർ തൻ്റെ സ്വത്തത്രയും വിശ്വസ്തനായ പണിക്കാരനായ നമ്പോലനെ ഏൽപ്പിച്ചിട്ട് പടയ്ക്ക് പോയി. മുമ്പൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞല്ലോ, നായർ യുവാക്കൾക്ക് പ്രധാന ജോലി പടനയിപ്പും കൂടക്കും ഒക്കെ ആണെന്ന്. ഈ ഏഴത്തെ ചേണിച്ചേരി വലിയ നമ്പ്യാർ പടനായകനാണ്. അദ്ദേഹത്തിന് ഒരുപാട് കളരി നായർ സൈന്യം കൂടെ ഉണ്ട്. അവരെയും കൂട്ടി ഇദ്ദേഹം പടയ്ക്ക് പോകുന്നതിന് മുമ്പ് സ്വത്തത്രയും സ്വർണവും വെള്ളിയും ആഭരണങ്ങളും എല്ലാം ഈ നമ്പോലനെ ഏൽപ്പിച്ചിട്ട് പോയി. നമ്പോലൻ ഇത്രയും സൂക്ഷിച്ചു വെക്കുന്നു എങ്ങനെ? പേടിച്ചിട്ട് വലിയ വട്ടകത്തിനകത്താക്കി കെട്ടി ഒരു നദിയിൽ കെട്ടി താഴ്ത്തി വെച്ച്, ഏട്ടപ്പുഴയിൽ കെട്ടി താഴ്ത്തി വെച്ചു. അപ്പോഴാണ് ടിപ്പുവിൻ്റെ പടയോട്ടം വരുന്നത്. ടിപ്പുവിൻ്റെ പട്ടാളക്കാർ വന്ന് ഈ മനയല്ല, വലിയ ധനിക ഭവനമല്ലേ, അവിടെ നിന്നുള്ള സ്വർണവും വെള്ളിയും പണവും ഒക്കെ ചോദിച്ചു. എടുക്കാൻ പറഞ്ഞു. എവിടെ ഇരിക്കുന്നു? കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. കാണിച്ചു കൊടുക്കാനില്ല. അവൻ നമ്പ്യാരെ, അവൻ്റെ ജന്മിയെ ചതിക്കാൻ നമ്പോലൻ തയ്യാറായില്ല. പട്ടാളം നമ്പോലനെ കൊന്നു, തലവെട്ടി കൊന്നു. പട ജയിച്ച് വലിയ നമ്പ്യാർ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ വിവരം അറിഞ്ഞു, നമ്പോലൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. അന്ന് ഉറക്കത്തിൽ ഈ നമ്പോലൻ വട്ടളയും കഴുത്തുപട്ടയും അതുപോലെ ഏതാണ്ട് തെയ്യത്തിൻ്റെതായ ചില ആഭരണങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് സ്വപ്നത്തിൽ വന്ന് നമ്പ്യാരോട് പറഞ്ഞു, ഇങ്ങനെ ഏട്ടപ്പുഴയിൽ വട്ടകത്തിൽ സ്വർണ്ണാഭരണങ്ങളെല്ലാം വെച്ച് കെട്ടി താഴ്ത്തിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. നമ്പ്യാർ ആ സ്വർണം അത്രയും എടുത്തു. ഈ വാർത്ത നാട്ടിൽ പരന്നു. നമ്പ്യാന്മാർ ഉൾപ്പെടെയുള്ള ആളുകളും ഈ നമ്പോലനെ പോലെയുള്ള നമ്പോലൻ്റെ ജാതിക്കാരായ പുലയരും ചെറിയമരും എല്ലാവരും കൂടെ ചേർന്ന് നമ്പോലൻ തെയ്യമാക്കി വാഴിച്ചു. ഇപ്പോഴും തുലാപ്പത്തിന് ശേഷം നമ്പോലൻ തെയ്യം കെട്ടിയാടപ്പെടുന്നു. തുലാപ്പത്തിന് ശേഷമാണ് തെയ്യം കെട്ടാറുള്ളത്. ഏതോ ഒരു തെയ്യം മാത്രം തുലാം 1 കെട്ടുന്നുണ്ട്. ബാക്കിയെല്ലാം തുലാപ്പത്തിനാണ്. തുലാമഴയത്തോടൊപ്പമാണ് മലബാറിലെ തെയ്യങ്ങളുടെ ഈ വരവ്. നായരായ ഒരു രക്തസാക്ഷിയാണ് പെരിയാട്ടുകണ്ടർ തെയ്യം. പെരിയാട്ടുകണ്ടർ കിഴക്കൻ മലയിൽ വനം കൃഷിക്ക് പോയി. പെരിയാട്ടുകണ്ടർ ബ്രാഹ്മണ ജന്മിയുടെ കാര്യസ്ഥനാണ്. എഴുത്തും വായനയും പഠിച്ചവൻ, വേദങ്ങളും ഇതിഹാസങ്ങളും കാണാപ്പാടമായവൻ. എവിടെ പോയാലും ഓലയും നാരായവും കൂടെ കൊണ്ടു നടക്കും. എല്ലാം എഴുതും, എല്ലാം വായിക്കും. അങ്ങനെ കിഴക്കൻ മലയിൽ പൊനം കൊത്താൻ അടിമകളെയും കൊണ്ട് ഇദ്ദേഹം പോയി. അവർ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം കാവൽ നിന്നു, നോക്കി നിന്നു, നിയന്ത്രിച്ചു നിന്നു. ഉച്ചക്കഞ്ഞി കുടിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഓല നോക്കി എന്തൊക്കെയോ വായിച്ചു. എന്നിട്ട് മരച്ചോട്ടിൽ കിടന്ന് അദ്ദേഹം മയങ്ങി. ഉറങ്ങുന്ന സമയത്ത് ഈ പണിക്കാർ ചെന്ന് ഓല എടുത്തു. ഓല അവരോട് സംസാരിച്ചില്ല. ഓലയിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് ദേഷ്യം വന്നു. അവർ പെരിയാട്ടുകണ്ടർക്ക് ചുറ്റും ചപ്പും ചവറും വാരി കൂട്ടിയിട്ട് തീ കൊളുത്തി. എന്നിട്ട് ഓല കൊത്തി കയറി തീയിലിട്ടു. ആദ്യത്തെ അടിമ വിപ്ലവം അങ്ങനെ നടന്നു. ഒരു നായർ കാര്യസ്ഥൻ അഗ്നിക്ക് ഇരയായി. പക്ഷേ
കാര്യങ്ങൾ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഈ തീയിട്ടവർ തന്നെ പിന്നീട് പെരിയാട്ടുകണ്ടരെ തെയ്യമാക്കി കെട്ടിയാടുന്നു. തെയ്യം കെട്ടുകാരെല്ലാം ഒന്നുകിൽ മണ്ണാൻ അല്ലെങ്കിൽ പുലയൻ ഇങ്ങനെയുള്ള താണ ജാതിക്കാരാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. എല്ലാ തെയ്യവും ഒന്നുകിൽ മണ്ണാൻ, മുച്ചിലോട്ട് ഭഗവതിയുടെ തെയ്യം കെട്ടുന്നത് മണ്ണാനാണ്, മറ്റ് പല ഇടത്തും മണ്ണാനാണ്, അല്ലെങ്കിൽ പലയിടത്തും പുലയരാണ്. ഇങ്ങനെ താണ ജാതിക്കാരാണ് ഈ തെയ്യം കെട്ടുന്നത്. പക്ഷെ പെരിയാട്ടുകണ്ടർ എന്ന നായരെ കെട്ടിയാടുന്നതും പുലയരാണ്, അടിമകളാണ് എന്ന് ഓർക്കുക. അത് ഒരു പക്ഷേ ഒരു മറ്റു തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. മറ്റുള്ളവരെല്ലാം താണജാതിക്കാര് കൊല്ലപ്പെടുകയും അവർ തെയ്യമായി വരികയും ചെയ്യുമ്പോൾ പെരിയാട്ടുകണ്ടർ താണജാതിക്കാരാൽ ചതിച്ചു കൊല്ലപ്പെടുകയും, പക്ഷെ എങ്കിലും അവർക്ക് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അവർ തന്നെ ഇദ്ദേഹത്തിന് വേണ്ടി പാട്ട് കെട്ടുകയും തോറ്റമുണ്ടാക്കുകയും തെയ്യം കെട്ടി ആടുകയും ഒക്കെ ചെയ്യുന്ന സംഭവമാണ് പെരിയാട്ടുകണ്ടർ തെയ്യത്തിൽ കാണുന്നത്. വലിയ വളപ്പിൽ ചാമുണ്ടി എന്നൊരു തെയ്യമുണ്ട്. അത് പീലിക്കോടിനടുത്ത് തിമിരിക്കണ്ടത്തിൽ വിത്തെറിയുന്ന പുലയനായിരുന്നു. അവൻ കരുത്തനായിരുന്നു, നല്ല കൃഷിക്കാരനായിരുന്നു. നാട്ടിൽ അവന് അംഗീകാരമുണ്ടായിരുന്നു. പക്ഷേ ജന്മിയുടെ ആൾക്കാർക്ക്, സവർണർക്ക് പലർക്കും അവനെ ഇഷ്ടമില്ലായിരുന്നു. കാരണം അവൻ അത്രയ്ക്ക് വിധേയത്വം കാണിച്ചിരുന്നില്ല. കൃഷി എങ്ങനെ ചെയ്യണമെന്ന് അവനറിയാം. അതുകൊണ്ട് എന്നെ ആരും പഠിപ്പിക്കേണ്ട, ഞാൻ ചെയ്തോളാം എന്ന ഒരു ധിക്കാരവും ഈ കൃഷിക്കാരനുണ്ടായിരുന്നു. ഈ വലിയ വിളപ്പിൽ ചാമുണ്ടിക്ക് ഉണ്ടായിരുന്നു. ചാമുണ്ടിയെ അവർ കൊന്നുകളഞ്ഞു, നാവ് പിഴുതെടുത്ത് കൊന്നുകളഞ്ഞു. ആ ചാമുണ്ടിയെയും ജനങ്ങൾ തോറ്റമായി ഇന്നും കെട്ടിയാടി വരുന്നുണ്ട്. കൊല്ലപ്പെടാതെ സ്വാഭാവികമായി മരിച്ചിട്ടും തെയ്യമായ ഒരാളേ ഉള്ളൂ. അത് വെള്ളൂക്കുരുക്കൽ തെയ്യമാണ്. വെള്ളു മാലോപ്പാടി ചേരുവയലിൽ പണിക്ക് പോയി. വെള്ളു മാലേപ്പാടി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്, ഈഴവ സ്ത്രീയാണ്, അല്ലെങ്കിൽ അവിടെ തീയ സമുദായത്തിൽപ്പെട്ട സ്ത്രീ. അവർ പണിക്ക് പോയി. മാലേപ്പാടിയുടെ കുഞ്ഞ് അമ്മയെ തേടി ഇങ്ങനെ നടന്നു. നമ്മൾ കുഞ്ഞ് എന്ന് പറയുന്നത് തന്നെയാണ് കാസർഗോഡ് കുഞ്ഞ് എന്ന് പറയുന്നത്. ഈ കുഞ്ഞ് ചെന്ന് ഒരു പുലയൻ്റെ വീട്ടിലാണ് കയറിയത്. അയാൾ ഈ കുഞ്ഞിന് കഞ്ഞി കൊടുത്തു. പുലക്കുട്ടികളോടൊപ്പം വരുന്ന ഈഴവക്കുട്ടി കഞ്ഞി കുടിച്ചു, മുറ്റത്ത് കളിച്ച് നടന്നു. ഈ വിവരം കുഞ്ഞിയുടെ മാലേപ്പാടിയുടെ വീട്ടുകാരറിഞ്ഞു. അവർ അശുദ്ധിയായിപ്പോയി എന്ന കാരണത്താൽ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഈ കുഞ്ഞി പുലയക്കുടിലിൽ വളർന്നു. ആ പുലയൻ്റെ അനന്തരവൻ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരന്, ഇവൾ വളർന്നു വന്നപ്പോൾ ഇവളെ വിവാഹം കഴിച്ചു കൊടുത്തു. അതിൽ ഉണ്ടായ ഒരു മകനെ അവർ വെള്ളുവിരുന്തൻ എന്ന് പേരിട്ടു. അവനും എയ്ത്തും പൊയ്ത്തും പഠിച്ചു, മിടുക്കനായി. നാട്ടിലെ തമ്പ്രാന്റെ രോഗം മാറ്റി, പ്രസിദ്ധനായി. തമ്പ്രാന്റെ ആദിയും വ്യാധിയും മാറ്റി. അവന് ചികിത്സിക്കാൻ അറിയാം, മന്ത്രങ്ങൾ അറിയാം. എന്തായാലും തമ്പ്രാന്റെ ആദിയും വ്യാധിയും മാറ്റി. അവന് നാട്ടിൽ വലിയ അംഗീകാരമായി. അവൻ മരിച്ചപ്പോൾ അവന് വെള്ളൂക്കുരുക്കൾ തെയ്യമാക്കി ജനങ്ങൾ കെട്ടി വാഴിച്ചു. മറ്റ് തെയ്യങ്ങളെല്ലാം ഒന്നുകിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടവർ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവർ. അങ്ങനെ ആയിരിക്കുമ്പോൾ വെള്ളൂക്കുരുക്കൾ തെയ്യം മാത്രം സ്വാഭാവികമായി മരിച്ചെങ്കിലും അദ്ദേഹത്തെയും തെയ്യമാക്കി കെട്ടിയടിക്കുന്നു. കണ്ടനാർ കേളൻ തെയ്യം മറ്റൊന്നാണ്. വയനാട്ടുകുലവൻ. അദ്ദേഹം ഇങ്ങനെ വയനാടൻ ചുരം കടന്ന് പൊനം കൃഷിക്ക് പോയി. വലിയ മൺവെട്ടിയും അതുപോലെയുള്ള ആയുധങ്ങളും കൊണ്ട് ചെന്ന് കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാൻ, കാട് വെട്ടിത്തെളിച്ച് തീയിട്ടൊക്കെ വന്നപ്പോൾ അത് മാത്രമല്ല ചെയ്തത്, ആവശ്യം പോലെ റാക്കും കള്ളും മോന്തി, ചാരായവും കള്ളും ആവശ്യം പോലെ കുടിച്ചു. തീ 4 വശവും പടർന്നപ്പോൾ ഇയാൾ നടുക്കകപ്പെട്ടു. അവിടെ നിന്ന് ഒരു നെല്ലിമരത്തിൽ കയറി. നെല്ലിമരത്തിൽ 2 സർപ്പങ്ങൾ ഉണ്ടായിരുന്നത്രേ. അതിൻ്റെ പേരും ഒക്കെ അവിടെ പറയുന്നുണ്ട്, അതൊന്നും വലിയ പ്രശ്നമില്ല. എന്തായാലും വയനാട്ടുകുലവൻ തെയ്യത്തിൻ്റെ 2 നെഞ്ചിലും 2 സർപ്പത്തിൻ്റെ മുദ്ര കുത്തിവയ്ക്കും. എന്തായാലും ഈ 2 സർപ്പവും കരിവേലനെന്നും മറ്റുമൊക്കെ ഉള്ള ഈ സർപ്പം ഇവനെ കടിക്കുകയും ഈ സർപ്പങ്ങളും ഈ കേളനും കൂടി തീയിൽ അകപ്പെടുകയും എല്ലാവരും കൂടി വെന്തൊടുങ്ങുകയും ചെയ്തു. കണ്ടനാർ കേളനെ
എല്ലാ വർഷവും പിന്നീടുള്ളവർ തെയ്യമായി കെട്ടി അടിച്ചു വരുന്നു. സ്വന്തം പെരുമാറ്റത്തിൻ്റെ തകരാറ് കൊണ്ടാണ് ആ തെയ്യം ഉണ്ടാകാനിടയായത്. ഒന്ന്, ബോധമില്ലാത്ത രീതിയിൽ കള്ളു കുടിക്കുകയും ചാരായം കുടിക്കുകയും ചെയ്തു. ഒന്നും ശ്രദ്ധിക്കാതെ വെട്ടിയ കാടെല്ലാം തീ ഇട്ടു. ഓടി മരത്തിൽ കയറേണ്ടി വന്നു. പാമ്പ് കടിയേറ്റു. എല്ലാം വീണു തൊലഞ്ഞു. എന്നിട്ടും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന പണിക്കാർ, അവിടെയാണ് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം. അതാണ് ഈ കണ്ടനാർ കേളൻ്റെ കൂടെ ഉണ്ടായിരുന്ന പണിക്കാരും അവരുടെ പിന്മുറക്കാരുമാണ് ഇയാൾക്ക് വേണ്ടി തോറ്റം കെട്ടുകയും തോറ്റിച്ച് ഇദ്ദേഹത്തെ തെയ്യമാക്കി ഇന്നും കെട്ടി അടിക്കുകയും ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ചതിയിൽ കൊല്ലപ്പെട്ട മറ്റൊരാളാണ് തൊണ്ടച്ചൻ തെയ്യത്തിൻ്റെ പൂർവ ജന്മം. അയാളുടെ പേര് പൊന്നിൻ എന്നാണ്, വാണിയനാണ് പൊന്നിൻ. അയാൾ വേദങ്ങളും ശാസ്ത്രങ്ങളും എയ്ത്തും പൊയ്ത്തും ഒക്കെ പഠിച്ചു, മന്ത്രവും തന്ത്രവും ഒക്കെ പഠിച്ചു. പക്ഷെ ബ്രാഹ്മണനായ ചില മന്ത്രവാദികൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് സഹിച്ചില്ല. അവർ കൂലിക്കാരെ കൊണ്ട് ഇയാളെ കൊല്ലിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വെടിവെച്ച് കൊല്ലിച്ചു. എല്ലാ തുലാപ്പത്തിലും ഈ തെയ്യത്തെ, ഈ തൊണ്ടച്ചൻ തെയ്യത്തെ കെട്ടി അടിക്കുന്നു പൊന്നിനെ. അന്ന് തെയ്യമായപ്പോൾ ജനങ്ങൾ, ഈ പാവങ്ങൾ ഇട്ട പേരാണ് തൊണ്ടച്ചൻ. തൊണ്ടച്ചൻ തെയ്യവും ഇങ്ങനെ കെട്ടി അടിക്കപ്പെടുന്നു. മറ്റൊന്ന് മുച്ചിലോട്ട് ഭഗവതി. മലബാറിൽ ധാരാളം മുച്ചിലോട്ട് കാവുകളുണ്ട്. അതിൽ തീക്കുഴിച്ചാലിൽ ഉള്ള മുച്ചിലോട്ട് കാവാണ് ആദി മുച്ചിലോട്ട് കാവ്. അതും ഒരു ബ്രാഹ്മണ കന്യകയുടെ ദയനീയ ജീവിതാവസ്ഥയാണ്. ഒരുപക്ഷെ പണ്ടായിരുന്നെങ്കിൽ കുറിയെടുത്ത് താത്രിയും തെയ്യമായേനെ. കുറിയെടുത്ത് താത്രിയെ പോലെ അല്ലെങ്കിലും കുറിയെടുത്ത് താത്രിയെ പോലെയുള്ള ഒരു ബ്രാഹ്മണ പെൺകുട്ടി ആണ് മുച്ചിലോട്ട് ഭഗവതിയായി മാറിയത്. കാര്യം എങ്ങനെയാണ്? അവൾ കുഞ്ഞുനാളിലെ കൊട്ടാരത്തിൽ അവളുടെ ഇല്ലത്തുണ്ടായിരുന്ന വൃദ്ധനായ ഒരു ബ്രാഹ്മണനിൽ നിന്ന് വേദവും വേദാംഗങ്ങളും ഒക്കെ അഭ്യസിച്ചു. പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്തൊരു വൃദ്ധൻ, പണ്ഡിതനായിരുന്നു. പക്ഷെ അയാളിൽ നിന്ന് വേദവും വേദാംഗങ്ങളൊക്കെ ഈ കുട്ടി പഠിച്ചു. അവൾ മറക്കുടയും തോഴിയുമില്ലാതെ ഇറങ്ങി നടന്നു. തീയനും പുലയനും വയലിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവർക്കൊപ്പം ഇവൾ വയലിൽ ഇറങ്ങി. ചേരിക്കൽ വയലിൽ കാര്യസ്ഥയായി അവൾ നിന്നു. ബ്രാഹ്മണർക്ക് സഹിച്ചില്ല. ഈ പെണ്ണ് ഇത്രയും വലിയ ബ്രാഹ്മണരും നായർ കാര്യസ്ഥന്മാരും ഉണ്ടായിരിക്കെ ചേരിക്കൽ വയലിൽ ഇറങ്ങി പണിക്കാരെ നിയന്ത്രിക്കുന്നു. ഇതെന്ത് കഷ്ടകാലം, ഇതെന്ത് ഗതികേട്. ഇവളെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇവൾ പിഴച്ച പെണ്ണാണ്. അങ്ങനെ അവർ അടുക്കള ദോഷം ആരോപിച്ച് അവളെ ചോദ്യം ചെയ്തു തുടങ്ങി. അവളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ചോദ്യങ്ങൾക്കൊക്കെ അവൾ മറുപടി പറഞ്ഞു. ഉരുളയ്ക്ക് ഉപ്പേരി പോലെയുള്ള മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം ഒരു ചോദ്യം, ഏറ്റവും മുന്തിയ സുഖമേത്? അവിവാഹിതയായ പെണ്ണ് പറഞ്ഞു, ഗന്ധർവാനന്ദത്തിലൂടെ, പരസ്പരം ഇഷ്ടത്തിലൂടെ സ്ത്രീ പുരുഷന്മാർ കൈകാര്യം പരസ്പരം സമർപ്പിക്കുമ്പോഴുണ്ടാകുന്ന രതി സുഖമാണ് ഏറ്റവും വലിയ സുഖം. ബ്രാഹ്മണ സമൂഹം ഞെട്ടി. വിവാഹം കഴിക്കാത്തൊരു പെണ്ണ് രതിസുഖം എങ്ങനെ അറിഞ്ഞു? ഇവൾ കൊല്ലടയാണ്. എങ്കിലും അടുത്ത ചോദ്യവും ചോദിച്ചു, ഏറ്റവും വലിയ വേദന എന്ത്? പ്രസവ വേദന. ഉടനെ മറുപടി പറഞ്ഞു, ഇവളെങ്ങനെ പ്രസവ വേദന എങ്ങനെയെന്ന് അറിഞ്ഞു? അപ്പോൾ ഇവൾ പെറ്റിട്ടുണ്ടാകണം, ഇവളെ കൊല്ലണം. സ്മാർത്ഥ വിചാരം നടത്തി അവളെ പുറത്താക്കി, പടിയടച്ച് പിണ്ടം വെച്ച് അവളെ പുറത്താക്കി. 10-18 വയസ്സുള്ള ഒരു ബ്രാഹ്മണ കന്യക പുറത്തിറങ്ങിയാൽ അവൾ എന്താണ് ചെയ്യുക? അവൾ നടന്നു. മറ്റൊന്ന് ചെയ്യാൻ അവൾക്കില്ല. ആത്മഹത്യ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. നടന്നു. പീലിക്കോട്ടെത്തി, തീക്കുഴിച്ചാലിലെത്തി, വിറക് ശേഖരിച്ച് ചിതയൊരുക്കി കാത്തിരുന്നു. ചിത കത്തിക്കാൻ എണ്ണ വേണം. ആരിത്തിരി എണ്ണ തരും? ആര് തീ തരും? ഇങ്ങനെ കാത്തിരുന്നപ്പോൾ ഒരു വാണിയൻ തുത്തിക നിറച്ച് വലിയ എണ്ണക്കുടം, അതാണ് അവർ തുത്തിക എന്ന് പറയുന്നത്, തുത്തിക നിറച്ച് എണ്ണയുമായി വിൽക്കാൻ വരുന്നു. ഇവൾ ചോദിച്ചു, അല്പ എണ്ണ തരുമോ? എനിക്ക് ചിത കത്തിക്കാനാണ്. വാണിയൻ ഈ എണ്ണ മുഴുവൻ ചിതയിൽ പകർന്നു. അയാളോ മറ്റാരോ
തീയും കൊണ്ടു കൊടുത്തു. അഗ്നി പകർന്നു. അവൾ ചെതയിൽ കത്തി എരിഞ്ഞു. പിറ്റേന്ന് ഒഴിഞ്ഞ കുടവുമായി അന്ന് തന്നെ ഒഴിഞ്ഞ കുടവുമായി വാണിയൻ വീട്ടിൽ ചെന്നു. എണ്ണ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് വേണം അരി വാങ്ങാനും കഞ്ഞി വയ്ക്കാനും. നിവൃത്തിയില്ല. നേരം പുലർന്നു. വറ്റാറായ കിണറിൽ വെള്ളം നിറഞ്ഞു തുളുമ്പുന്നത് കൊണ്ട് വാണിയന്റെ ഭാര്യ അത്ഭുതപ്പെട്ടു. അവൾ ഓടി വന്ന് വാണിയനോട് പറഞ്ഞു, ദാ നമ്മുടെ കിണർ നിറഞ്ഞു കവിയുന്നു. വാണിയൻ നോക്കിയപ്പോൾ ഒഴിഞ്ഞ എണ്ണക്കുടം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. മുറ്റത്തിന് സമീപം നിന്ന പനയിൽ അഗ്നിയായി ദേവി പ്രത്യക്ഷപ്പെട്ടു. വെള്ളമായും എണ്ണയായും അഗ്നിയായും ഇതാ ഭഗവതി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് മുച്ചിലോട്ട് കാവിൽ ഈ പെണ്ണിനെ ഭഗവതിയാക്കിയത്. പ്രധാന മുച്ചിലോട്ട് കാവിൽ 12 വർഷത്തിലൊരിക്കൽ മുച്ചിലോട്ട് ഭഗവതി തെയ്യം കെട്ടിയാടപ്പെടുന്നു. ഒരു വണ്ണാൻ സമുദായക്കാരനാണ്, ഒരു വണ്ണാൻ സമുദായക്കാർക്കാണ് അതിൻ്റെ അവകാശം, കെട്ടിയാടാനുള്ള അവകാശം. ഇപ്പോഴും അവരത് കെട്ടിയാടുന്നു. പിന്നെ അതിൻ്റെ അനുബന്ധമായി മലബാറിൽ നിരവധി മുച്ചിലോട്ട് കാവുകൾ പിന്നീടുണ്ടായി. അവിടെയൊക്കെ ആണ്ടിലൊരിക്കൽ കെട്ടിയാടുന്നുണ്ട്. ചില കാവുകളിൽ 4 വർഷത്തിലൊരിക്കൽ കെട്ടിയാടുന്നുണ്ട്. വയനാട്ട് കുലവൻ തെയ്യവും 4 വർഷത്തിലൊരിക്കലാണ് കെട്ടിയാടുന്നത്. തീ തെയ്യമെന്നും തീ ചാമുണ്ടി തെയ്യമെന്നും പൊട്ടൻ തെയ്യമെന്നും ഒക്കെ പറയപ്പെടുന്ന ഒരു തെയ്യമുണ്ട് മലബാറിൽ. ഏതോ ബ്രാഹ്മണൻ തൻ്റെ സംബന്ധ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ബ്രാഹ്മണൻ എവിടെ പോയാലും പരിചാരകരായ ഒരു സംഘം കൂടെ കാണുമല്ലോ. അത് വല്ല വേശ്യാഗൃഹത്തിലേക്കാണോ എന്ന് പറഞ്ഞുകൂടാ. അത് രണ്ടും ഒന്ന് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എതിരെ വന്ന ഒരു പൊട്ടൻ വഴിമാറി കൊടുക്കുന്നത് എങ്ങനെ എന്നോർത്ത് ശങ്കിച്ചു നിന്നു. ഇടത് ഭാഗത്ത് മുള്ളാണ്, അങ്ങോട്ട് തിരിയാൻ നിവൃത്തിയില്ല. വലത് ഭാഗത്ത് കാടാണ്, അങ്ങോട്ട് കയറാൻ നിവൃത്തിയില്ല. മുള്ളും കാടും ഇരുഭാഗത്തും, എങ്ങോട്ടൊഴിയാനെന്ന് ഇവൻ ശങ്കിച്ചു അല്പനേരം അങ്ങനെ നിന്നുപോയി. തമ്പ്രാനെ വഴിമുടക്കി നിന്ന കുറ്റത്തിന് തമ്പ്രാന്റെ സംരക്ഷകരായി വന്ന നായന്മാർ ഇവനെ തീയിട്ട് ചുട്ടുകൊന്നു. അവനെയാണ് പാവങ്ങൾ പിന്നീട് തീ ചാമുണ്ടി തെയ്യമായി കെട്ടിയാടിക്കുന്നത്. ഇന്നും തീ ചാമുണ്ടി അഗ്നികുണ്ഡത്തിൽ എടുത്ത് ചാടി വീണ് ചില വേലകളൊക്കെ കാണിക്കുന്ന രംഗങ്ങൾ, ഈ തെയ്യക്കെട്ടുകാരൻ അഗ്നിയിൽ ഇറങ്ങിക്കിടക്കുന്നതും മുങ്ങുന്നതും പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതുമായ രംഗങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. എന്തായാലും തീ ചാമുണ്ടി തെയ്യം ഇങ്ങനെ ഒരാളിനെ ചുട്ടുകൊന്നതാണ് തെയ്യമായി വന്നത്. കതിവന്നൂർ വീരൻ തെയ്യം എന്നൊന്നുണ്ട്. അതൊരു ഈഴവ പ്രമാണിയാണ്. അത് സംഭവിച്ചത് വേളാർ ജാതിക്കാരിയായ കോട്ടു ചെമ്മരന്തി എന്നൊരു പെണ്ണ് കാവ് തീണ്ടി. വേളാർ ജാതിക്കാരി സവർണന്റെ കാവ് തീണ്ടി അശുദ്ധമാക്കിയാൽ പിന്നെ അവളെ കൊല്ലണം. പക്ഷേ ഈ മങ്ങാട്ട് മന്നപ്പൻ എന്ന തീയൻ ഈ സംഭവം പറഞ്ഞ് ഓടിച്ചെന്നു. അയാൾക്ക് സുന്ദരിയായി പെണ്ണിനോട് ഇഷ്ടം തോന്നി. അവളെ കൊല്ലാൻ വന്നവർക്ക് പണം കൊടുത്ത്, അതിന് എന്തോ ഒരു പിഴപ്പണം കൊടുത്ത് അവളെ കൂട്ടിക്കൊണ്ടുവന്നു. സ്വന്തം വീട്ടിൽ പാർപ്പിക്കുക മാത്രമല്ല ചെയ്തത്, കുടകിലേക്ക് പോയി. അവിടെ അടിമപ്പണി ചെയ്യുന്ന ആളുകളെ അടിമപ്പണിയിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഈ പെണ്ണിനെയും കൂട്ടി ഇയാൾ കുടകിലേക്ക് മങ്ങാട്ട് മന്നപ്പൻ കുടകിലേക്ക് പോയത്. നോക്ക്, നമ്മൾ ചെഗുവേരയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ക്യൂബയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നിട്ട് ക്യൂബ മോചിപ്പിക്കപ്പെട്ടതിന് ശേഷം അവിടെ കാസ്ട്രോയോടൊപ്പം ആഭ്യന്തര മന്ത്രിയായിരുന്നിട്ട് അടുത്തുള്ള മറ്റൊരു രാജ്യത്തെ സമരം നയിക്കാൻ വേണ്ടി പോവുകയും അവിടെ വെച്ച് വെടിയേറ്റ് മരിക്കുകയും ഒക്കെ ആണല്ലോ ചെയ്തത്. അതുപോലെയാണ് ഇയാൾക്ക് സംഭവിച്ചത്. ഈ മന്നാട്ട് മന്നപ്പനെ ബ്രാഹ്മണർ അവിടെ വെച്ച് ചതിച്ചു വന്നു. ഇയാൾ അടിമകളെയൊക്കെ ഒരുപാട് അടിമകളെ മോചിപ്പിച്ചു, അവർക്ക് ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇയാളെ ചതിച്ചു കൊന്നു. അയാളാണ് കതിവന്നൂർ വീരം തെയ്യമായി കെട്ടിയാടിക്കുന്നത്. കുരുക്കൾ തെയ്യമെന്ന് മറ്റൊന്നുണ്ട്.
പ്രാദേശിക ഭരണാധികാരിയും ധനികനുമായ വാഴുന്നവരുടെ അസുഖം മാറ്റാൻ നാട്ടിലെ വൈദ്യന്മാരാരും ശ്രമിച്ചിട്ട് നടന്നില്ല. പാവപ്പെട്ട ഒരു കുരുക്കൾ, ഒരു പാവപ്പെട്ട ഒരുത്തൻ എന്തോ ചികിത്സയൊക്കെ ചെയ്ത് ഇയാളുടെ അസുഖം മാറ്റി. അവൻ അത്രയ്ക്കായോ? ഈ വലിയ ബ്രാഹ്മണ വൈദ്യൻ വിചാരിച്ചിട്ട് സാധിക്കാത്ത കാര്യങ്ങൾ ഇവൻ ചെയ്തോ? ഇവനെ വെച്ചിരുന്നുകൂടാ എന്ന് ഈ വാഴുന്നവർ തന്നെ തീരുമാനിക്കുകയും ഈ വാഴുന്നവർ തന്നെ ഇവനെ കൊല്ലിക്കുകയും ചെയ്തു. അയാളാണ് കുരുക്കൽ തെയ്യമായി ഇപ്പോൾ കെട്ടിയടിക്കുന്നത്. നോക്കാം ഏതെല്ലാം തരത്തിലാണ് ജനങ്ങൾ ഉയർന്നു വരാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ പാവപ്പെട്ടവരെ ചതിച്ചു കൊല്ലുകയും, പക്ഷെ അവരെയൊക്കെ വീണ്ടും പാവങ്ങൾ തന്നെ അവരെയൊക്കെ തോറ്റിച്ച് തെയ്യമാക്കുകയൊക്കെ ചെയ്തു. നോക്ക്, ചതിയിൽപ്പെട്ടാലും കൊന്നൊടുക്കിയാലും ജനശക്തി നശിക്കുന്നില്ല. അവർ ഇതാ തെയ്യങ്ങളായി തിരിച്ചു വരുന്നു. രക്തസാക്ഷികൾ തെയ്യങ്ങളായി തിരിച്ചു വന്ന് പകരം ചോദിക്കുന്നു. അവർ തെയ്യം കെട്ടി നിൽക്കുമ്പോൾ നാട്ടിലെ എല്ലാവരും, ധനികനായാലും ബ്രാഹ്മണനായാലും നായരായാലും പുലയനായാലും നായാടിയായാലും എല്ലാവരും ഒരു ദിവസത്തേക്ക് ഈ തെയ്യത്തിന്റെ മുമ്പിൽ തൊഴുകൈയുമായി നിൽക്കുന്നു. തോറ്റവരല്ല, ചതിയിൽ തോൽപ്പിക്കപ്പെട്ടവരാണ് തെയ്യങ്ങൾ.